അല്ല, ഞാനും കേട്ടറിഞ്ഞതാണ്. മാധ്യമങ്ങൾ പാർട്ടി സെൻട്രൽ എന്ന് അറിയിച്ചതാണ്. അദ്ദേഹം റവന്യൂ അസംബ്ലിയുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് കുഴഞ്ഞു വീഴുന്നതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. തോട്ടം മേഖലയിലെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് അന്നേ ചെറിയ പ്രായത്തിൽ വാഴൂരിൽ നിന്ന് അവിടേക്ക് അദ്ദേഹം ചെല്ലുന്നത്. അങ്ങനെ എന്ന് തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരിൽ ഒരാളായി അവരോടൊപ്പം അവിടെ കൂടി ആ ജനവിഭാഗത്തിന്റെ വിശ്വാസം ആർജിച്ച് ട്രേഡ് യൂണിയൻ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു വാഴൂർ സോമൻ. വിദ്യാർത്ഥി യുവജന കാലഘട്ടം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ചേർന്ന് നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയായിട്ടാണ് അദ്ദേഹവും കടന്നു വരുന്നതെല്ലാം. വളരെ വലിയൊരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായി. ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ശരീരം പോലും ഇതെ കണ്ടു പരിചയമുള്ളവർക്കറിയാം. അദ്ദേഹം കൂനിയൊക്കെ നടക്കുന്നതെല്ലാം അതിന്റെ ഭാഗമായി സംഭവിച്ചതാണ്. വളരെ വലിയ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ്, ശാരീരികമായി ഉൾപ്പെടെ ഏറ്റുവാങ്ങേണ്ടി വന്ന എല്ലാത്തരം വൈഷമ്യങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം സംഘടനാ രംഗത്ത് നിലയുറപ്പിച്ചത്, പാർട്ടി രംഗത്ത് നിലയുറപ്പിച്ചത്. പീരുമേട് ഇടുക്കി ജില്ലയിലെ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവായി വാഴൂർ സോമൻ ഉയർന്നു വന്നു. കഴിഞ്ഞ തവണ അദ്ദേഹത്തെ കേരള നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചു. അദ്ദേഹം നല്ല വിജയത്തോടു കൂടി തന്നെയാണ് പീരുമേട് മണ്ഡലത്തിൽ നിന്ന് നല്ല വോട്ടുകളോടുകൂടി വിജയിച്ചു. അദ്ദേഹം MLA ആയി. തന്റെ മണ്ഡലത്തിന് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി പൂർണ്ണമായി അർപ്പിച്ച ഒരു ജീവിതമായിരുന്നു സഖാവ് വാഴൂർ സോമന്റേത്. പീരുമേട് മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങൾക്ക് എല്ലാത്തരം രീതിയിലെയും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി നിലയുറപ്പിക്കുമായിരുന്നു. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എല്ലാവരോടും സ്വീകരിക്കുമായിരുന്നു. ആ മണ്ഡലത്തിന്റെ വികസനം, ഈ ഇടുക്കിയിലെ ജനങ്ങളുടെ വികസനം, അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട വികസനം, ആ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എന്നിവയെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും പരിഹാരം ഉണ്ടാക്കുന്നതിനും ഇങ്ങനെ നിലയുറപ്പിച്ചിട്ടുള്ള MLA മാർ അപൂർവമാണെന്ന് തന്നെ പറയാൻ കഴിയും. അങ്ങനെയെല്ലാം ഉള്ള ഒരാളാണ് സഖാവ് വാഴൂർ സോമൻ. പതിറ്റാണ്ട് കൊണ്ട് ഞാനൊക്കെ വിദ്യാർത്ഥി രംഗത്ത് വരുന്ന കാലം മുതൽ കേൾക്കുന്ന ഒരു പേര്, കണ്ടു തുടങ്ങിയ ഒരാള്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെല്ലുന്നവരുടെ പ്രത്യേകമായ വാത്സല്യവും ഇഷ്ടവും സ്നേഹവും എല്ലാം പുലർത്തിയിരുന്ന ഒരാൾ. അങ്ങനെയെല്ലാം ഉള്ള ഒരാൾ പൊടുന്നനെ ഇങ്ങനെ അപ്രത്യക്ഷമാവുന്നത് പോലെ മരണത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. വല്ലാത്തൊരു വേദന തോന്നുന്നില്ല. കുറെ നാളങ്ങനെ രോഗബാധിതനായി കിടക്കുക ഒന്നും ചെയ്ത ഒരാളല്ല. വളരെ ലൈവായിട്ട് നിൽക്കുന്നതിനിടയിൽ ഇങ്ങനെ അദ്ദേഹത്തെ മരണം തട്ടിയെടുത്തിരിക്കുന്നതിനെ പറയാൻ കഴിയും. അത് വല്ലാത്തൊരു വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ഇതുള്ളത്. കേരള നിയമസഭയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചു. ഇടുക്കിയിലെ ചുമതലക്കാരനായി, പാർട്ടി ചുമതലക്കാരനായി ദീർഘവർഷങ്ങൾ ഞാനും ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോഴെല്ലാം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം മാറുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വേദന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുന്ന എല്ലാവർക്കും അദ്ദേഹത്തെ ഒരു ഹൃദയബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഹൃദയബന്ധം സ്ഥാപിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും ആ വേദന ഉണ്ടാവുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ നഷ്ടം തന്നെയാണ്. തോട്ടം മേഖലയിൽ എണ്ണം പറഞ്ഞ തലയെടുപ്പുള്ള നേതാക്കന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, ആലങ്കാരികമായി പറയുന്നത് പോലെ എണ്ണം പറഞ്ഞ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സഖാവ് വാഴൂർ സോമൻ. വാഴൂർ സോമന്റെ നിര്യാണം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും വലിയ നഷ്ടം തന്നെയാണ് വരുത്തി വച്ചിരിക്കുന്നത്.